പണ്ടൊരിക്കൽ മനോഹരമായ ഒരു പുഴക്കരിയിൽ ഒരു വലിയ മാവും അതിൽ നിറയെ മാങ്ങയും ഉണ്ടായിരുന്നു. ആ മാവ് മാങ്ങാക്കുതിയനായ ഒരു കുട്ടികിരങ്ങന്റെ ഭവനമായിരുന്നു. നമ്മളുടെ കുട്ടികിരങ്ങൻ മാവിന്റെ ശാഖകൾക്കിടയിൽ സന്തോഷത്തോടെ ജീവിച്ചു. വർഷം മുഴുവനും പഴുത്ത മാമ്പഴങ്ങൾ ആസ്വദിച്ചു കഴിച്ചു. ഒരു വേനൽക്കാലത്ത് വിശന്നു ക്ഷീണിച്ച ഒരു മുതല ഈ മരത്തിനടുത്തു വന്നു. ദയാലുവായ കുരങ്ങൻ അവനുമായി കുറച്ച് രുചികരമായ മാമ്പഴങ്ങൾ പങ്കിടാൻ തീരുമാനിച്ചു. മുതലയ്ക്ക് മാമ്പഴം ഇഷ്ടമായിരുന്നു. അവർ പെട്ടെന്ന് നല്ല സുഹൃത്തുക്കളായി. എല്ലാ ദിവസവും നദിക്കരയിൽ കണ്ടുമുട്ടാൻ തുടങ്ങി. ദിവസവും മുതല ഭാര്യയ്ക്ക് മാമ്പഴം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഈ മാമ്പഴങ്ങൾ എത്ര രുചികരമാണ്! ഇതു ദിവസവും കഴിക്കുന്ന ഒരു കുരങ്ങന്റെ ഹൃദയം എത്ര രുചികരമായിരിക്കും! അതുകേട്ട് മുതല ഭയന്നുപോയി. അവൻ തന്റെ സുഹൃത്തിനെ അത്രയധികം സ്നേഹിച്ചിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാൻ അവന് കഴിഞ്ഞില്ല. പക്ഷേ ഭാര്യയുടെ ആവശ്യങ്ങൾ ശക്തമായിരുന്നു. സുഹൃത്തേ, എന്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ മാമ്പഴങ്ങൾ ഇഷ്ടമായി. നന്ദി പറയാൻ അവൾ നിങ്ങളെ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. കുരങ്ങ് സന്തോഷത്തോടെ സമ്മതിച്ചു, മുന്നിലുള്ള കെണിയെക്കുറിച്ച് അറിയാതെ. നദിയുടെ പകുതി കടന്നപ്പോൾ മുതല തന്റെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ വെളിപ്പെടുത്തി. ക്ഷമിക്കണം സുഹൃത്തെ, അതിജീവിക്കാൻ എന്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ഹൃദയം ആവശ്യമാണ്. കുരങ്ങൻ രോഷാകുലനായിരുന്നു, പക്ഷേ ശാന്തനായിരുന്നു. അവൻ രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിച്ചു. അവന് പെട്ടെന്നൊരു സൂത്രം തോന്നി. അവൻ മുതലയോട് പറഞ്ഞു, ഞാൻ സന്തോഷത്തോടെ സഹായിക്കുമായിരുന്നു, പക്ഷേ എന്റെ ഹൃദയം ഞാൻ താമസിക്കുന്ന മാവിന്റെ ഒരു പൊത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. നമുക്ക് തിരികെ പോയി അത് എടുക്കാം. ഇത് വിശ്വസിച്ച മുതല അവനെ മരത്തിലേക്ക് തിരികെ കൊണ്ടുപോയി. അവർ മരത്തിനടുത്തെത്തിയപ്പോൾ കുരങ്ങൻ സുരക്ഷിത സ്ഥാനത്തേക്ക് ചാടി. എടോ വിഡ്ഢി മുതലേ, ഒരാൾക്ക് തന്റെ ഹൃദയത്തെ ശരീരത്തിൽ നിന്ന് എങ്ങനെ അകറ്റി നിർത്താനാകും? നീ എന്നെ ചതിച്ചു. ഇപ്പോൾ പോകൂ, ഒരിക്കലും മടങ്ങിവരും. യഥാർത്ഥ സൗഹൃദത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ലജ്ജിച്ച മുതല തന്റെ വീട്ടിലേക്ക് മടങ്ങി. അതിനാൽ കുരങ്ങൻ താൻ വിശ്വസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ പഠിച്ചു. അതേസമയം മുതല വിശ്വസ്തതയെക്കുറിച്ച് വിലപ്പെട്ട ഒരു പാഠം പഠിച്ചു. ഓർക്കുക, യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരിക്കലും പരസ്പരം ഒറ്റിക്കൊടുക്കില്ല.